അപ്പോൾ ആത്മാവില്ല എന്ന് പറഞ്ഞത്. പക്ഷെ പ്രശ്നം അത് പുനർജന്മൊന്നും ആത്മാവിട്ടൊന്നുമില്ല. പുനർജന്മം ഇങ്ങനെ പരമ്പരകളുടെ വരുന്നത്. അത് ആ രീതിയിലാണെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ പൂജാരി എന്ന് പറയുന്നത് ധാരാളം വീട്ടിൽ പോകുന്ന സമയത്ത് പലപ്പോഴും കാണുന്നത് ചില കുടുംബം ഭയങ്കര ദാരിദ്ര്യവും ദുഃഖവും ഉണ്ടെങ്കിൽ അന്വേഷണമായി കാണാം അവർ പൂർവികന്മാർ ചെയ്ത പാപത്തിന് ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർ പൂർവികന്മാർ ചെയ്ത പാപത്തിന് ഫലങ്ങൾ അനുഭവിക്കാം. ചില വീടുകളിൽ നല്ല സമൃദ്ധിയായി അന്വേഷണമായി കാണാൻ കഴിയും. അവരുടെ പൂർവികന്മാർ ചെയ്ത പുണ്യത്തിന് ഫലങ്ങൾ അനുഭവിക്കും. ഒരാൾ പുണ്യം ഇപ്പൊ ശ്രീവിദ്യ സമ്പ്രദായത്തിൽ ഇതുണ്ട്. ശ്രീവിദ്യ സമ്പ്രദായം പറയുന്നത് ശ്രീവിദ്യ മന്ത്രദീക്ഷ ലഭിച്ചാൽ നിങ്ങളുടെ പൂർവികന്മാർ 7 തലമുറയ്ക്ക് മുൻപുള്ളവരുടെ പാപം നശിപ്പിക്കുമെന്നും അടുത്ത 7 തലമുറ രക്ഷിക്കാൻ കഴിയുമെന്നും പറയാം, അനുഭവിക്കാറുണ്ട്. അപ്പൊ ആധ്യാത്മിക സംഗീതത്തെ കേട്ടിട്ടില്ല, ഞാൻ അറിയില്ല, ഉണ്ടാവും, ശരിയായിരിക്കാം, ഏകദേശം വിഷയമാണ്. പക്ഷെ നമ്മുടെ പരമ്പരയായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പാരമ്പര്യമായിട്ടാണ് ഈ ഊർജ്ജം പകർന്നു വരുന്നത്. എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം, ഞാൻ കാണുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പൂർവജന്മം എന്നത് ഉദ്ദേശിക്കുന്നത് തൊട്ട് മുൻപുള്ള ജന്മം ആയിക്കോണമെന്നില്ല, ആയിക്കോണമെന്നില്ല. ആ പരമ്പര ഓരോ ജന്മത്തിലായിരിക്കാം സംബന്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ തന്ത്രശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ആചാരം ഷോഡശ സംസ്കാരക്രിയകളനുസരിച്ച് പുനർജന്മങ്ങളുടെ പരമ്പരയോടെ ഒരാൾ പാപം ചെയ്താൽ അതിൻ്റെ ഫലം അടുത്ത തലമുറ അനുഭവിക്കും. സംശയിക്കാം. ജ്യോതിഷത്തിനകത്ത് കാളസർപ്പയോഗം ഉണ്ടല്ലോ. കാളസർപ്പയോഗം വരാൻ കാരണം എന്താ? വംശനാശന ഫലം. പൂർവികന്മാരായ ആളുകൾ പാപം ചെയ്താൽ അതിൻ്റെ ഫലമായ തലമുറകൾ മുഴുവൻ കാണും. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കാളസർപ്പയോഗം ഉണ്ടെങ്കിൽ പലർക്കും അതൊക്കെ മാത്രമൊന്നുമില്ല, പലർക്കും ദോഷമുണ്ടാവും. മനസ്സിലായി? കാരണം പൂർവികനായി പാപത്തിൽ കൊലപാതകം നടത്തിയ ആരെങ്കിലും ആ കുടുംബത്തിൽ ആത്മഹത്യ നടന്നാൽ ദുർമരണമുണ്ടായാൽ പരിഹാരം വന്നിട്ടില്ലെങ്കിൽ അടുത്ത പരമ്പരയിൽ 2-3 തലമുറയ്ക്ക് അപ്പുറത്ത് കഴിഞ്ഞാൽ ഒരേ കാലത്ത് എല്ലാവർക്കും കാണാം കളസപ്രയോഗം കാണാം. ഇതെന്തുകൊണ്ടാണ് പരമ്പരയിൽ അവിടെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ എതിർക്കുന്നില്ല, ഒരു ചർച്ച ചെയ്യും. മനസ്സിലായിരുന്നു? അതിൻ്റെ വിഷയം ഇതെന്താണെന്ന് ഒന്നുകൂടെ അന്വേഷിക്കണം ആവശ്യമില്ല. രണ്ടാമത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നു, ഈ പ്രപഞ്ചത്തിലെ പലരും നമ്മൾ സ്വാധീനിക്കും. ഈ പ്രപഞ്ചത്തിൽ സമാനമായ ചിന്താ തരംഗങ്ങൾ ആളുകളെ സമാനമായ വസ്തുക്കൾ മുഴുവൻ സ്വാധീനിക്കും. കാരണം പ്രപഞ്ചം ഒറ്റ യൂണിറ്റാണ്, പ്രപഞ്ചം 2 യൂണിറ്റാണ്, ഒറ്റ യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു സിമ്പത്തറ്റിക് വൈബ്രേഷൻ ഉണ്ടാകാം, സമാനമായ ചിന്താ തരംഗങ്ങളെ സ്വാധീനിക്കാം. മനസ്സിലായില്ല? അങ്ങനെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഒരു വസ്തു ഒന്ന് സ്വാധീനിക്കാം, സാധ്യതയുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കും പുനർജന്മം എന്ന് പറയുന്നതായിരിക്കാം. കാരണം ഇതിനു മുമ്പേ ഞാൻ കോഴിക്കോട് പുലിക്കോട് എന്ന ആളുകൾ പല ഗവേഷണം നടത്തി. ഞാൻ അഭിപ്രായത്തിൽ പ്രധാനമാണ് അവിടെ കുറേ ലേഖനങ്ങൾ വായിച്ചു. ഈ കേരളത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഗോപികൃഷ്ണ, അതാണ് ഇത്തരം ഈ സബ്ജക്റ്റ് തന്നെ ഒരു സൈക്കോളജിയുടെ വിഭാഗം തന്നെയാണ്. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അതിന് ധാരാളം ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഇതൊരു ക്ലാസ്സെടുക്കാം. അതിന് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കത് യോജിക്കാൻ പറ്റാത്ത വിഷയമാണ്. അത് പുലിക്കോട് സംസാരിക്കുന്ന ഈ പ്രശ്നം വന്നു. അവിടെ ഒരിക്കലും പോയി പുനർജന്മത്തെപ്പറ്റി ലേഖനമാണ് ഈ സ്ഥലത്താണ് ഇവിടെ ആത്മാവിർഗവും ജനിക്കുന്ന സങ്കല്പം നടന്നത്. പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല, നമ്മൾ പാരമ്പര്യമായിട്ട് കഴിഞ്ഞാൽ അവതരിപ്പിച്ചിരിക്കും. അതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രപഞ്ചം ഒറ്റ യൂണിറ്റാണ്. അപ്പം അതുകൊണ്ട് പ്രപഞ്ചം എവിടെ ഏത് സംഭവം ഉണ്ടാകും നമുക്ക് സ്വാധീനിക്കുന്നത് കണ്ടെത്താൻ കഴിയും. കാരണം സമയം എന്ന് പറയുന്ന ബോധത്തോട് മറികടന്ന ചില ആൾക്കാർ കഴിയും. അവർക്ക് ഇപ്പം സിദ്ധി വിധിച്ച ആളുകൾ ചില കാര്യങ്ങൾ പറയുമല്ലോ. അത് പറയുന്ന കാരണം ഇവർ കണ്ടിട്ടല്ല പറയുന്നത്, പക്ഷെ അവരുടെ ബോധം അവരുടെ അവർ കൊണ്ടുപോകാൻ കഴിയും. കൊണ്ടുപോയി കഴിയാനുള്ള കാരണം ഇത് ഒറ്റ യൂണിറ്റ് ആയതുകൊണ്ടാണ്. പ്രപഞ്ചബോധത്തിന് ഒറ്റ ബോധം പ്രപഞ്ചത്തിനുള്ളൂ. അപ്പോൾ സമാനമായ ചിന്താ തരംഗദൈർഘ്യമുള്ള ആളുകൾ സ്വാധീനിക്കുമായിരിക്കാം, ഉണ്ടാകാം. അതാവാനാ സാധ്യത കൂടുതൽ. പുനർജന്മത്തിനൊക്കെ കൂടുതൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ഒന്നായിരിക്കും. ഇങ്ങനെ പുനർജന്മം DNA RNA ജനറ്റിക് ഫാക്ടർ അനുസരിച്ച്, ജനറ്റിക് ശാസ്ത്രം അനുസരിച്ചും നമ്മുടെ ഷോഡശ സംസ്കാരങ്ങൾ അടിസ്ഥാനമാക്കിയ ശാസ്ത്രം അനുസരിച്ചും പുരാണ കഥയെ അടിസ്ഥാനമാക്കിയിട്ടും പുനർജന്മം എന്ന് പറയുന്നത് പരമ്പരകളോട് ജനിക്കുന്നതാണ്. അടുത്ത രസം
അപ്പോൾ പുനർജന്മം എന്നുള്ള സിദ്ധാന്തം ഇതായിട്ടാണ് ശാസ്ത്രം. ഇവര് പറഞ്ഞ തിയറിയില് പക്ഷെ പിതൃക്കളുടെ ഒരു ഇത് വരുന്ന വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെ ആയിരിക്കാം ഈ ഇതില് കണക്ഷൻ പിതൃക്കളൊന്നും തന്നെ ആയിരിക്കാം. തിയറിയിൽ പിതൃക്കളെ പറ്റി അതെ ചിലപ്പോൾ 7 തലമുറ, ചിലപ്പോൾ 7 8 തലമുറ 21 തലമുറ അപ്പുറത്ത് 7 തലമുറ സജീവമായിട്ട് സ്ഥലം വേറെ ടൈം സ്പേസ് എന്ന് പറയുന്ന അത് നമ്മൾ നെറ്റ് വെച്ച് ചിന്തിക്കാൻ നമ്മൾ മനസ്സിലായി. ചിലപ്പോൾ അതായിരിക്കും, ഞാനെന്നറിയോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. 7 തലമുറ സജീവമായിട്ടും 21 തലമുറ കുറച്ചു ഇതായിട്ടും അതിന് പിന്നെയും സ്വാധീനിക്കുന്നതാണ് പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് ധാരാളം ഗോത്രവർഗ്ഗങ്ങൾ ലോകത്തിലെ പല ഭാഗത്തേക്ക് പോയി. ഇസ്രായേൽ വീണ്ടും രൂപീകരിച്ച സമയത്ത് എല്ലാ ഭാഗത്തും അവർ തിരിച്ചു വന്നതാണ്. പക്ഷെ അവർ അന്വേഷിച്ച സമയത്ത് ഒരു വിഭാഗം തിരിച്ചു വന്നില്ല എന്ന് അവർ കണ്ടുപിടിച്ചു. ഇവർ കണ്ടുപിടിച്ച അവസ്ഥ എവിടെ പറയാം, ആസാമിലെ കാടുകളിൽ നിന്ന് കണ്ടുപിടിച്ചത്. അന്നത്തെ ആളുകളുടെ DNA ഫാക്ടർ സെലക്ട് ചെയ്ത് ഇസ്രായേൽ ഭയങ്കര സ്ഥലങ്ങളാണ്. ഈ ഗോത്രവർഗമാണ് അവർ കണ്ടുപിടിച്ചു. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, എത്ര തലമുറകൾ കഴിഞ്ഞു മനസ്സിലായി. അപ്പം അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം. ആ ടൈം എന്ന് പറയുന്ന ഒരവസ്ഥ മാറ്റി കഴിഞ്ഞാൽ പൂർവികന്മാർക്ക് പുറകോട്ട് പറഞ്ഞ വർഷങ്ങൾ കുറേ വരില്ലോ. കാരണം അച്ഛൻ നമ്മൾ പരമ്പര നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, നമ്മുടെ അച്ഛൻ, ആ അച്ഛൻ അമ്മയും എൻ്റെ വഴി അല്ലേ, അമ്മയും അച്ഛനും അപ്പം അവരുടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പുറകോട്ട് പോകുമ്പോൾ ആ ബ്രാഞ്ച് ഉണ്ടല്ലോ വളരെ വലുതായിരിക്കും. അത് ആർക്കെങ്കിലും സംഭവിച്ചാൽ മതി, എവിടെയും സംഭവിച്ചാൽ മതി, പിന്നെ കാലഘട്ടത്തിൽ നിന്ന് വരാതിരുന്നാൽ മതി. അത് നമുക്ക് പറയുന്നത് കൃത്യമായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ആയിരിക്കാം, അറിയില്ല, അതിനെ പറ്റി അറിയില്ല. ശരി, അപ്പം പറയാം എല്ലാവരും ചോദിച്ചാൽ. അപ്പൊ സാധന നമുക്ക് ആവശ്യമാണ്. സാധാരണ ഗൃഹസ്ഥന്മാർക്ക് എന്തിനു വേണ്ടി നമ്മൾ ജീവിതം രക്ഷപ്പെടാൻ ഗൃഹസ്ഥന്മാരാണ് തപസ് ചെയ്യുന്നത്, സന്യാസിമാരല്ല. സന്യാസിമാർക്ക് ഇപ്പം നമ്മൾ പൊതുവെ സന്യാസിമാരൊക്കെ ചെയ്യുന്നത്, ഈ സന്യാസിമാരല്ല. കാരണം സന്യാസിമാർക്ക് എന്ത് വേണം, ഒന്നും വേണ്ട, അവർ ഉപേക്ഷിച്ചവരല്ലേ. ഗൃഹസ്ഥന്മാർക്ക് ജീവിക്കാൻ നന്നായി ജീവിക്കേണ്ടത്. അപ്പം ആധ്യാത്മിക സാധനം നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ടാണ് സാധന ചെയ്യുന്നത്. കാരണം നമ്മൾ ദേവത ഉപാസന ചെയ്യുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ വർദ്ധിക്കാനുള്ള ആവശ്യം, നമ്മുടെ ആവശ്യം സാധിക്കണം, ആഗ്രഹിച്ച് സാധിക്കണം. തന്ത്രത്തിനകത്ത് പ്രപഞ്ചം എന്നത് മിഥ്യയല്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് സത്യമായ അവസ്ഥയാണ്. അത് അനുഭവിക്കേണ്ടത്, ഒഴിവാക്കേണ്ടത്, നശിപ്പിക്കേണ്ടതെന്നല്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് സത്യമുണ്ടല്ലോ. അതുകൊണ്ട് ഈ ജീവിക്കുന്ന പ്രപഞ്ചം സത്യം. വേദാന്തവും തന്ത്രവും വ്യത്യാസമാണ്. വേദാന്തത്തിലൊക്കെ മിഥ്യയാണ്, പക്ഷെ തന്ത്രശാസ്ത്രം ഈ പ്രപഞ്ചം സത്യമാണ്. അത് അനുഭവിക്കാനുള്ളതാണ്. അത് വേണ്ടവൻ അനുഭവിക്കണം. നമ്മൾ മാത്രം കഴിവ് വെച്ച് ചെയ്യാൻ കഴിയില്ല. അത് പൂർവ്വം അനുഭവിക്കണം. നമ്മുടെ ഗുണങ്ങൾ വർദ്ധിക്കണം. ആ വർദ്ധിക്കാനുള്ള ദേവത ഉപാസന, ദേവ സ്വാംശീകരണം അതിന് വേണ്ടിയിട്ടാണ്. ജീവിതം സുഖകരമാണ്. അതാണ് നമുക്ക് ഒഴിവാക്കിയിട്ട് മോക്ഷം കിട്ടുന്ന സന്യാസിമാരൊന്നുമല്ല. ഇത് സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. തന്ത്രശാസ്ത്രം യോഗവും പോകും. അതേ സമയത്ത് വേണം മോക്ഷവും വേണം. മോക്ഷം തന്ത്രശാസ്ത്ര മോക്ഷമാണ്, മരണാനന്തരമല്ല. ജീവിച്ചിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ ബോധമണ്ഡലത്തിന് ആധ്യാത്മിക ആത്മാവിന്റെ വികാസം വേണം. അതുകൊണ്ട് തന്ത്രം എന്ന് പറയുന്നത് യോഗോ ഭോഗോ രഥം തന്ത്രം എന്നാണ്. യോഗം എന്ന് പറയുന്നത് ആത്മാവിന്റെ വികാസമാണ്. ഭോഗം എന്ന് പറയുന്നത് ഭൗതികമായ സുഖമാണ്. ഇത് രണ്ടും കിട്ടുന്നതാണ് തന്ത്രം. മനസ്സിലായി? അത് നിങ്ങൾ ഒഴിവാക്കി പോകുന്നില്ല. സാധാരണ രീതിയിൽ ഇടക്കാലത്ത് ഒരു അപജയം കൊണ്ടാണ് ഗൃഹസ്ഥന്മാര് നന്നായിട്ടുള്ള ഭസ്മം തൊട്ടാൽ ഭാര്യയ്ക്കവിടെ പേടിയാണ്, കഴിയാതൊക്കെ ഒഴിവാക്കി പോകുന്നു. ഈ തൊടുന്ന മൂപ്പർ അറിയില്ല ഇതൊക്കെ സുഖം ആസ്വദിക്കാൻ വേണ്ടി ഭസ്മം ഒഴിവാക്കിയ. നാമം ജപിക്കുന്നത് ഇത് സുഖകരാക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാരാണെങ്കിലും അബദ്ധവശാൽ കിട്ടുന്ന ധാരണ തെറ്റായതുകൊണ്ട് കുടുംബജീവിതം വേണ്ട, ഗാർഹസ്ഥ്യം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ചു. ശരിയല്ല. കാരണം ഇവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയണം. ബുദ്ധൻ ഒരു അപജയം പറ്റി. ബുദ്ധൻ എന്താ മൂപ്പര് ഗൃഹസ്ഥാശ്രമം ഇറങ്ങിയെന്ന് പോയി. അവസാനം ബുദ്ധനോട് ചോദിച്ചു, ഇതൊക്കെ വേണ്ടിയിരുന്നു? അയാൾ വേണ്ടിയിരുന്നില്ല. ബുദ്ധൻ അവസാനം പറയുന്നുണ്ട്, ഇന്ന് ഇറങ്ങിപ്പോട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല, എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ ശേഷം. തന്ത്രശാസ്ത്രം അവിടെയാണ്. ഭാരതീയ ഹൈന്ദവമായ തന്ത്രശാസ്ത്രം അവിടെ പ്രത്യേകമാണ്. കാരണം ഇവിടെ നിന്നുകൊണ്ട് സുഖകരമായി ജീവിച്ചുകൊണ്ട് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പൂജാകർമ്മം തുടങ്ങുന്നത് എങ്ങനെ അറിയോ? വയറിനൊരു ആഹാരം കഴിച്ച് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മുറുക്കിയിട്ട് മുറുക്കി ചുവപ്പിച്ച് എന്നിട്ട് പൂജ തുടങ്ങുന്നതാണ്.